ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചില ട്രാൻസ്ഫർ അപ്ഡേറ്റ്, അതുപോലെ തന്നെ മറ്റു ISL ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒഡീഷ FCയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒഡീഷ FC ഇപ്പോൾ അവരുടെ സ്റ്റാർ സ്ട്രൈക്കറായ റോയ് കൃഷ്ണയുടെ കരാർ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 1 വർഷം കൂടി. അതായത് 36ഓളം വയസ്സൊക്കെ പ്രായമായിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും അറിയാം, ദിമിയോടൊപ്പം 13 ഗോള് താരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പ്രായമായിട്ടും താരം കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് കണ്ടാൽ അറിയാം, താരത്തിൻ്റെ പ്രായം ഒട്ടും തളർത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും പീക്ക് ഫോമിലാണ് റോയ് കൃഷ്ണ തുടരുന്നത്. അപ്പോൾ ഒരു സീസണിലേക്ക് 1 വർഷത്തേക്ക് കൂടി ഇപ്പോൾ ഒഡീഷ FC കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ റോയ് കൃഷ്ണ ഒരു സീസണിലും ഒഡീഷ FCയോടൊപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഒഡീഷ FCയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് അല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഹ്യൂഗോ ബോമസ്, സെർജിയോ ലൊബേറോ ആ ലിങ്കപ്പ് വീണ്ടും അവർ തമ്മിൽ ഒന്നിക്കാൻ പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത്. അപ്പോൾ ഹ്യൂഗോ ബോമസിന് 2026 വരെയൊക്കെ മോഹൻ ബഗാനിൽ കരാറുണ്ട്. ഈ സീസണിൽ എല്ലാവർക്കും അറിയാം, ജനുവരിയിൽ താരത്തെ അൺരജിസ്റ്റർ ചെയ്തിട്ടാണ് ജോണി കൗക്കിനെ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഹ്യൂഗോ ബോമസ് ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. ISL തന്നെ ഏറ്റവും മികച്ച വിദേശ താരങ്ങൾ ഒരു താരമാണ്. 3 ISL ഷീൽഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ISL കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം സൂപ്പർ കപ്പും തുടർ കപ്പും എല്ലാവിധ ട്രോഫീസും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. കുറേ വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന ഒരു താരമാണ് ഹ്യൂഗോ ബോമസ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഹ്യൂഗോ ബോമസിനെ ഒഡീഷ FC സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ താരത്തിന് വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നെ 2026 വരെ മോഹൻ ബഗാനിൽ കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നെ മോഹൻ ബഗാൻ ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ താരം അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് ഒഡീഷ FCയിൽ ചേരാനുള്ള ഒരു കാര്യമൊക്കെ തീരുമാനിക്കുന്നത് മോഹൻ ബഗാനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പോൾ അത്രയും വലിയ ട്രാൻസ്ഫർ ഫീ ഉണ്ടായത് തന്നെ മറ്റു ക്ലബ്ബുകൾക്ക് സ്വന്തമാക്കാൻ റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ടെർമിനേറ്റ് ചെയ്തിട്ട് ഹ്യൂഗോ ബോമസ് ഒഡീഷ FCയിലേക്ക് സെർജിയോ ലൊബേറയുടെ കീഴിലേക്ക് വീണ്ടും ചേക്കേറാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ റോയ് കൃഷ്ണ ആൻഡ് ഹ്യൂഗോ ബോമസ് ആ കോംബോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് തന്നെ അറിയാം നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ വിപിൻ മോഹനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, എങ്ങോട്ട് പോകുന്നൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ, വിപിൻ മോഹന് 3ഓളം ISL ക്ലബ്ബുകളിൽ നിന്ന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ FDWCയുടെ റിപ്പോർട്ടറായ റജിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താരത്തിന് 2026 വരെ കരാറുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും അറിയാം, ബ്ലാസ്റ്റേഴ്സിലെ ഒരു കീ പ്ലെയറാണ്. മിഡ്ഫീൽഡിൽ അത്രയും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്ന ഒരു താരമാണ് വിപിൻ മോഹനന്. അപ്പോൾ സ്വാഭാവികമാണ് മറ്റു ക്ലബ്ബുകൾ നോക്കുന്നതിൽ യാതൊരു തെറ്റും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3ഓളം ക്ലബ്ബുകൾ താരത്തെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ എങ്ങനെയാലും ബ്ലാസ്റ്റേഴ്സിന് യാതൊരു ഇതില്ല, കൊടുക്കാനുള്ള യാതൊരു താല്പര്യമില്ല, കൊടുക്കുകയില്ല. ബ്ലാസ്റ്റേഴ്സിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയറാണ്. അപ്പോൾ 2026 വരെയൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി സ്വന്തമാക്കുക തന്നെ വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നെ താരത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ നൽകിയിട്ട് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയായാലും കൊടുക്കുന്നില്ല. ബട്ട് 3ഓളം ക്ലബ്ബുകളിൽ നിന്ന് ഓഫേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചതുകൊണ്ട് അറിയിച്ചതാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പുറത്തുനിന്നുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. മാഗ്നസ് എറിക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്വീഡിഷ് മിഡ്ഫീൽഡർ, 34ഓളം വയസ്സ് പ്രായമുള്ള താരത്തെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ താരത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ട് താരത്തെ സ്വന്തമാക്കാൻ എന്നുള്ളത്. അപ്പോൾ അത് വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ പരിശീലകൻ സ്വീഡിഷ് പരിശീലകനായ മിഖായലും ഈ മാഗ്നസ് എറിക്സൺ എന്ന താരവും ഒപ്പം കുറേ വർഷം കളിച്ചിട്ടുണ്ട് ഒരു ക്ലബ്ബിൽ. പരിശീലിപ്പിച്ചിട്ടുള്ള മിഖായൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ മാഗ്നസ് ഈ നമ്മുടെ പുതിയ പരിശീലകനായ മിഖായലിൻ്റെ ഒരു ഫോർമേഷനിൽ മിഡ്ഫീൽഡിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ഒരു ഫോറിൻ മിഡ്ഫീൽഡർ വരാനുള്ള സാധ്യത ഒരു സീസണിലേക്ക് ഉണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ മാഗ്നസ് എറിക്സൺ താരത്തെ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയേക്കും എന്നുള്ള ഈ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഒരു സ്വീഡിഷ് മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ഈ താരത്തെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ അതോടൊപ്പം കൂടി ഇതിന് കുറച്ചുകൂടി ശക്തി പകരുന്ന മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകനായ മിഖായലിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിഖായൽ ഒരു ഇൻ്റർവ്യൂ സ്വീഡിഷ് ബ്രോഡ്കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ റൂമറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാഗ്നസ് എറിക്സനെ ടീമിലെത്തിക്കാൻ താല്പര്യമുണ്ടെന്നാണ്, ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ പുതിയ പരിശീലകനായ മിഖായൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ
നമുക്ക് സൈൻ ചെയ്ത് കണ്ടേക്കാം. ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ടീമിലെ ക്യാപ്റ്റൻ കൂടിയാണ് ഈ മാഗ്നസ് എറിക്സൺ. അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആ ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഫോറിൻ മിഡ്ഫീൽഡർ വരും സീസണിൽ ഉണ്ടായേക്കാം എന്നുള്ള ന്യൂസ് തന്നെയാണ് പുറത്ത് വരുന്നത്. ഈ നമ്മുടെ പുതിയ പരിശീലകനായ മിക്കായേൽ സ്റ്റെഹറെ ഒരു മിഡ്ഫീൽഡ് അത്രയും ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒരു പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോറിൻ മിഡ്ഫീൽഡറിനെ ഒരു പക്ഷേ സൈൻ ചെയ്തേക്കാം എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ മാഗ്നസ് എറിക്സനെ കണ്ടേക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കണ്ട് തന്നെ അറിയാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.